ഈ വലിയ നോമ്പ് കാലത്ത് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ദിവ്യ കാരുണ്യനാഥൻ്റെ മുൻപിൽ നമ്മുടെ മുറിവേറ്റ ഹൃദയങ്ങളുമായി നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഈ തപസ്സുകാലം നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് തീക്ഷ്ണതയോടെ ഒത്തിരി കൊതിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മൗനമായി ശാന്തമായി ഒരു നിമിഷം ഇരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സ്നേഹനിധിയായ ദൈവപിതാവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ദിവ്യ കാരുണ്യനാഥനായി കൺമുൻപിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ നിമിഷം നമുക്ക് ശാന്തരായിരിക്കാം. നമ്മുടെ ഉള്ളിലെ തിരമാലകളൊക്കെ അടങ്ങട്ടെ. അസ്വസ്ഥമായ ചിന്തകൾക്ക് വിരാമമിട്ട് അവിടുത്തെ പ്രകാശത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഈ ആരാധന കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ തുന്നിച്ചേർക്കാൻ സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ നിമിഷമാണ്, സ്നേഹവിരുന്നാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടാനാണ്. കാരണം സ്നേഹത്തിന് മാത്രമേ മുറിവുകളെ സുഖപ്പെടുത്താൻ സാധിക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും അവിടുത്തെ മുൻപിൽ നമുക്ക് ഈ നിമിഷം തുറന്നു പിടിക്കാം. ഓരോ ശ്വാസത്തിലും അവിടുത്തെ സാന്നിധ്യം നിറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ഈ നിമിഷം നാം തനിച്ചല്ലെന്ന് ഓർക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്ന ദൈവകുഞ്ഞാടായ ഈശോ നമ്മുടെ വേദനകൾ ഏറ്റെടുക്കാൻ ഇവിടെ സന്നിഹിതനാണ്. ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യം ഒരു മഴയായി നമ്മുടെ മേൽ പെയ്യാൻ നമുക്ക് അനുവാദം നൽകാം. നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് ഭയപ്പെടാതെ ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ മടിയിൽ നമുക്കിരിക്കാം. ഈ വിശുദ്ധ നിമിഷം നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായി മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ക്ഷമ എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് നമ്മെ തന്നെയും നമ്മെ വേദനിപ്പിച്ചവരെയും സ്വതന്ത്രരാക്കുന്ന വലിയൊരു ശക്തിയാണെന്ന് നമുക്ക് ഈ നിമിഷം തിരിച്ചറിയാം. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ആ കഠിന വേദനയുടെ ചങ്ങലകളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നത് ഈ വിമോചനത്തിൻ്റെ വഴിയാണ്. നമ്മെ മുറിപ്പെടുത്തിയവർ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അധികാരം ചെലുത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അത് പൂർണ്ണമായി ക്ഷമിക്കാത്തത് കൊണ്ടാണ്, കർത്താവിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവരെ നാം ഈ നിമിഷം വരെ അനുഗ്രഹിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ക്ഷമയിലൂടെ മാത്രമേ ആ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയൂ. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ക്ഷമയുടെ വാതിലുകൾ പൂർണ്ണമായി തുറക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തിലെ കനലുകൾ മാറ്റാൻ ഈശോയോട്, കർത്താവായ നമ്മുടെ ദൈവത്തോട് നമുക്ക് ഈ നിമിഷം അപേക്ഷിക്കാം. ക്ഷമ എന്നത് ഒരു പ്രക്രിയയാണ്. അത് പെട്ടെന്ന് സംഭവിക്കണം എന്നില്ല. എന്നാൽ ആ വഴിയിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ ഈ ആരാധന തീർച്ചയായും നമ്മെ സഹായിക്കും. നാം ഓരോരുത്തരും സ്വതന്ത്രരാകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു.
ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നമ്മുടെ ജീവിതത്തിലെ ആഴമേറിയ മുറിവുകളും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും വേദനകളും ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ പദ്ധതി അല്ലായിരുന്നു. അല്ല, ഒരിക്കലും അല്ലായിരുന്നു. മറിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചവർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ്, സംഭവിച്ചു പോയതാണ്. സ്നേഹിക്കാനും സംരക്ഷിക്കാനും കടപ്പെട്ടവർ തന്നെ നമ്മെ തള്ളിപ്പറഞ്ഞപ്പോൾ, വേദനിപ്പിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, അരുതാത്തത് ചെയ്തപ്പോൾ നമ്മുടെ ആത്മാവിൽ ഉണ്ടായ വിള്ളലുകൾ, മനസ്സിൽ ഉണ്ടായ മുറിവുകൾ ദൈവം കാണുന്നുണ്ടായിരുന്നു. ദൈവം തിന്മയെ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ മനുഷ്യരുടെ വീഴ്ചകൾ മൂലം ഉണ്ടായ ആ വേദനകളെ, മുറിവുകളെ നവീകരിക്കാനും ശുദ്ധീകരിക്കാനും അവിടുന്ന് ആ അവസരങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ മുറിവുകളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ആത്മാവിലേക്ക് ഒലിച്ചിറങ്ങുവാൻ പിതാവായ ദൈവം കാരണമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകൾ, മുറിവുകൾ ഒരിക്കലും പാഴായി പോകില്ല. മറിച്ച് അവ നമ്മെ കൂടുതൽ ആർദ്രതയുള്ളവരാക്കി മാറ്റും. ഒരു ശില്പി കല്ലിനെ കൊത്തിമിനുക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കഷ്ടതകൾ, വേദനകൾ, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മെ ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു എന്ന് തിരിച്ചറിയണം. നാം അനുഭവിച്ച ഓരോ കണ്ണുനീർത്തുള്ളിയും സ്വർഗത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്, ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വേദനകൾ ഒരിക്കലും നമ്മെ തകർക്കാനല്ല, മറിച്ച് ഒരു പുത്തൻ സൃഷ്ടിയാക്കാൻ ദൈവം ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മാറ്റി അത് അനുഗ്രഹമായി ആസ്വദിക്കാൻ സഹായിക്കും. നമുക്കിപ്പോൾ ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം. ആ കുഞ്ഞു പ്രായത്തിൽ ആ നിഷ്കളങ്കമായി ഓടി നടന്ന് കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായത്തിൽ നാം അനുഭവിച്ച അവഗണനകളും കുത്തുവാക്കുകളും, നമ്മോട് മറ്റുള്ളവർ അരുതാത്തത് ചെയ്തതും, വേദനിപ്പിച്ചതും, തള്ളിക്കളഞ്ഞതും, ഒറ്റപ്പെടുത്തിയതും നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മുടെ തന്നെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, നമ്മുടെ അപ്പച്ചൻ അമ്മച്ചിമാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഒക്കെ ലഭിച്ച ആഴത്തിലുള്ള മുറിവുകൾ, അയൽക്കാരിൽ നിന്ന്, നമ്മുടെ വീട് സന്ദർശിച്ചവരിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന് അവരറിയാതെ സംഭവിച്ച ആഴത്തിലുള്ള മുറിവുകൾ, ആരും കാണാത്ത നമ്മുടെ വിങ്ങലുകൾ ഈശോയുടെ മുൻപിൽ നമുക്ക് ഈ നിമിഷം വയ്ക്കാം. അന്നത്തെ ആ കുഞ്ഞിനെ, നിഷ്കളങ്കമായ ആ കുഞ്ഞു പൈതലിനെ ഈശോ തൻ്റെ കൈകളിൽ എടുക്കുന്നതായി നമുക്ക് ഈ നിമിഷം ദർശിക്കാം. നാം ഒരിക്കലും അനാഥരായിരുന്നില്ല. അപ്പൻ, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്നരുളി ചെയ്ത ഈശോ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
മുതിർന്നവർ തങ്ങളുടെ അധികാരം ദുരുപയോഗിച്ച് നമ്മുടെ നിഷ്കളങ്കതയെ മുറിപ്പെടുത്തിയ ആ വേദനിപ്പിച്ച നിമിഷങ്ങൾ ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കാം. ആരും കേൾക്കാനില്ലാതെ, ആരോടും പറയാനാവാതെ ഒറ്റപ്പെട്ടു പോയ, കരഞ്ഞു തീർത്ത ആ മുറിവുകൾ, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുറിവുകൾ ദൈവപ്രകാശത്താൽ നിറയുന്നതായി നമുക്ക് ദർശിക്കാം. നമ്മെ ചേർത്ത് പിടിക്കേണ്ട കൈകൾ നമ്മളെ തള്ളിക്കളഞ്ഞപ്പോൾ ഉണ്ടായ ആ ശൂന്യത കർത്താവായ ഈശോ ഈ നിമിഷം നികത്താൻ ആഗ്രഹിക്കുന്നു. ആ ബാല്യകാല ഓർമ്മകളിലേക്ക്, വേദനിപ്പിക്കുന്ന, തകർത്ത് കളഞ്ഞ, നൊമ്പരപ്പെടുത്തിയ ഓർമ്മകളിലേക്ക് സമാധാനത്തിൻ്റെ തൈലം ഈ നിമിഷം കർത്താവായ ഈശോ ഒഴുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ നോവുകൾ സൗഖ്യമാകാൻ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഭൂതകാലത്തെ പുനർനിർമ്മിക്കാൻ ഈ നിമിഷം കണ്ണുകളടച്ച് നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ ആയിരിക്കാം. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ഗർഭത്തിൽ ഭ്രൂണമായി വളർന്ന കാലം, അമ്മയിൽ വന്നതാ കോപനീരസം, വൈര്യവും വെറുപ്പുമെന്നിൽ നിറച്ചുവെങ്കിൽ, സർവരോഗമോചക സൗഖ്യമേകണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ഞാൻ പിറന്ന സ്വന്തം വീട്ടിൽ വളർന്ന പ്രായം, അന്നെനിക്കു ലഭിക്കേണ്ട സ്നേഹവാത്സല്യം, പുൽക്കൂട്ടിൽ പിറന്നതാ ഉണ്ണിയേശുവേ, നിന്റെ സ്നേഹവാത്സല്യം നൽകിടൂ എന്നിൽ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവ് തോന്നണമേ. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഈ നിമിഷം വീണ്ടും നമുക്ക് കടന്നു പോകാം. വിദ്യാലയങ്ങൾ, ജോലിസ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ, നമ്മുടെ വീട്, സാമൂഹിക വേദികളിൽ, ഇവിടെയൊക്കെ നേരിട്ട അപമാനങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തിയ അവസ്ഥ നമുക്കിപ്പോൾ ഓർത്തെടുക്കാം. വിശ്വസിച്ചവർ ചതിച്ചപ്പോഴും സഹായിച്ചവർ തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായ ആ വീർപ്പുമുട്ടൽ നമ്മുടെ ദൈവം തീർച്ചയായും അറിഞ്ഞിരുന്നു. പലപ്പോഴും നാം ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകാം. രക്ഷപ്പെടാൻ വഴികളില്ലാതെ നീറിപ്പുകഞ്ഞ നിമിഷങ്ങൾ. ആരും വിശ്വസിച്ചില്ല എന്നെ. നമ്മുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും നമ്മുടെ അധ്വാനം അവഗണിക്കപ്പെട്ടപ്പോഴും നാം അനുഭവിച്ച ഏകാന്തത അതീവ കഠിനമായിരുന്നു. മറ്റുള്ളവർ നിങ്ങളെ വിഡ്ഢിയായി കരുതിയപ്പോഴും നിങ്ങളുടെ നിശബ്ദതയെ ഭീരുത്വമായി വ്യാഖ്യാനിച്ചപ്പോഴും നിങ്ങൾ ഒറ്റപ്പെടുകയായിരുന്നു. എന്നാൽ ആ നിമിഷങ്ങളിലും അദൃശ്യമായ ഒരു കരം
നമ്മെ ഓരോരുത്തരെയും താങ്ങുന്നുണ്ടായിരുന്നു. ഈ ലോകം നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ഹൃദയമിടിപ്പുകൾ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്, നമ്മുടെ നല്ല അപ്പൻ. ആ വേദനകളെയെല്ലാം ഈ പീഠത്തിന് മുൻപിൽ, ഈ ബലിവേദിയിൽ നമുക്ക് ആഗതനായിരിക്കുന്ന ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മുടെ മാനം വീണ്ടെടുക്കും. അവിടുന്ന് നമ്മളുടെ നഷ്ടങ്ങൾ പുനഃസ്ഥാപിക്കും. ഈ നിമിഷം, ഈ അനുഗ്രഹദായകമായ നിമിഷം സൗഖ്യത്തിൻ്റെ നിമിഷമാണെന്ന് തിരിച്ചറിയാം. ജീവിതത്തിൻ്റെ കഠിനമായ നിമിഷങ്ങളിൽ, കഠിനമായ സന്ധികളിൽ ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ആത്മഹത്യയാണ് ഏക പോംവഴിയെന്നും ചിന്തിച്ച നിമിഷങ്ങൾ, ആ ഇരുണ്ട അവസ്ഥയിൽ പ്രകാശമില്ലാതെ നാം തളർന്നിരുന്നപ്പോൾ, ആ ഇരുണ്ട ഗുഹയിൽ നാം തകർന്നിരുന്നപ്പോൾ, എന്തോ ഒന്ന്, ഒരു ചിന്ത, ഒരു വ്യക്തി, ഒരു ഫോൺ കോൾ, ഒരു ശബ്ദം നമ്മളെ തടഞ്ഞു. അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എന്ന് തിരിച്ചറിയുക. നിങ്ങളെ ഈ ലോകത്തിന്, നമ്മെ ഈ ലോകത്തിന് ഇനിയും ആവശ്യമുണ്ട് എന്ന് അവിടുന്ന് അന്ന് നാം അറിയാതെ നമ്മോട് മന്ത്രിച്ചു. നമുക്ക് അത് ഇന്നും മനസ്സിലായില്ലെങ്കിലും സാരമില്ല, നമ്മുടെ അപ്പൻ നമ്മെ നടത്തിക്കോളും. നാം പൂർണ്ണമായി നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ മാത്രം മതി. മരണം, ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്നും ജീവിതത്തിന് ഇനിയും അർത്ഥമുണ്ടെന്നും ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു. ആ നിമിഷങ്ങളിൽ നമ്മെ രക്ഷിച്ച ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്തുതിക്കാം. നിരാശയുടെ അഗാധതയിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തിയ അവിടുത്തെ സ്നേഹം എത്രയോ വലുതാണ്. നാം ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ശാന്തമായി ഓൺലൈനായിരിക്കുമ്പോൾ, ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. അന്ന് നിങ്ങളെ തടഞ്ഞ ആ അദൃശ്യകരം ഇന്നും നിങ്ങളെ പുണരുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ നാം നടന്നപ്പോഴും അവിടുന്ന് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. മുറിവേറ്റ മക്കളെ, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവിടുന്ന് നിങ്ങളെ ശിക്ഷിക്കാനല്ല, മറിച്ച് സുഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ, നമ്മുടെ മസ്തിഷ്കത്തിലെ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മെ വേട്ടയാടുമ്പോൾ അത് നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ദൈവം നമ്മുടെ തലച്ചോറിന് നൽകിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന അത്ഭുതകരമായ കഴിവിലൂടെ നമ്മുടെ ചിന്തകളെ മാറ്റാൻ അവിടത്തേക്ക് കഴിയും. പഴയ വേദനയുടെ പാതകൾക്ക് പകരം പുതിയ പ്രത്യാശയുടെ പാതകൾ, ന്യൂറൽ പാത്വേസ് നമ്മുടെ മസ്തിഷ്കത്തിൽ സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധിക്കും. അവിടുന്ന് നിങ്ങളുടെയും എൻ്റെയും ഓർമ്മകളെ വിശദീകരിക്കും. പഴയ കയ്പ് നിറഞ്ഞ ആ അവസ്ഥയെ കർത്താവ് ഇതാ തുടച്ചു മാറ്റുന്നു. കയ്പുകൾ മാഞ്ഞ് പുതിയ സമാധാനം അവിടുന്ന് ഇതാ നിറയ്ക്കുന്നു. നമ്മളുടെ തലച്ചോറിനെ പോലും നവീകരിക്കാൻ കഴിവുള്ളവനാണ് നമ്മെ സൃഷ്ടിച്ച കർത്താവ്. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ പേര് ചൊല്ലി വിളിച്ച ആ നല്ല അപ്പൻ, ശാസ്ത്രവും വിശ്വാസവും കൈകോർക്കുന്ന ഈ സൗഖ്യ നിമിഷത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, അടിയറ വയ്ക്കാം. തമ്പുരാനെ, അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി, പുതിയ വ്യക്തികളാക്കി മാറ്റണമേ. ഞങ്ങളുടെ മുറിവുകളെ അവിടുത്തെ തിരുമുറിവുകളോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കണമേ. നഷ്ടമായത് പുനഃസ്ഥാപിക്കണമേ. ഇതാ കർത്താവ് നിങ്ങളെയും എന്നെയും ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റുന്നു. പഴയവ കടന്നുപോയി, ഇതാ
എല്ലാം പുതിയതായി. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. സോദരരെന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്തഗേഹം ഞാനാശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. എല്ലാം മറക്കാൻ വരമേകണേ. നമ്മുടെയൊക്കെ ഉള്ളിലെ ദേഷ്യം, അമർഷം, അലർച്ച, പെട്ടെന്ന് വീട് വിട്ട് ഓടിപ്പോകാനുള്ള പ്രവണത, ഒറ്റയ്ക്ക് മുറിക്കുള്ളിൽ കുറേ നേരം അടച്ച് വേറെ ആരും ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കാനുള്ള അവസ്ഥ, അതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മരവിച്ച് പോകുന്ന നിമിഷങ്ങൾ എന്നിവയെല്ലാം സൗഖ്യപ്പെടാത്ത മുറിവുകളുടെ ബാഹ്യ ലക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയണം. ഇത് ഭ്രാന്തല്ല, മാനസിക വൈകല്യമല്ല, മറിച്ച് നമ്മളുടെ ഉപബോധ മനസ്സ് നമ്മെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധ തന്ത്രങ്ങളാണ്. മുൻപ് ഉണ്ടായ തിക്താനുഭവങ്ങളുടെ കാരണമായി വീണ്ടും മുറിവേൽക്കാനുള്ള സാധ്യതയായി ഉപബോധ മനസ്സ് ആ അവസ്ഥയെ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നാം പെരുമാറും, നമ്മുടെ നിയന്ത്രണത്തിൽ പോലുമല്ലാതെ. മറ്റുള്ളവർ, ചുറ്റുമുള്ളവർ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇതിനെ അക്രമമായോ വിചിത്രമായോ കാണുമ്പോൾ നമ്മുടെ ഈശോ നിങ്ങളുടെ നമ്മുടെ ആഴത്തിലുള്ള മുറിവുകളെ നോക്കി സഹതാപത്തോടെ നിൽക്കുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത്രയും കാലം പിടിച്ചു നിന്നതെന്ന് കർത്താവിന് അറിയാം. അവിടുന്ന് അതിനുള്ള കൃപ നമ്മൾക്ക് നൽകിയിരുന്നു. നിങ്ങളുടെ മുൻകോപത്തിന് പിന്നിൽ ഒരു കരച്ചിലുണ്ടെന്ന് ദൈവം തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. മറ്റാരും നിങ്ങളെ മനസ്സിലാക്കാത്തപ്പോഴും നിങ്ങളുടെ നിശബ്ദമായ നിലവിളികൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്. ഈ സ്വയം പ്രതിരോധ ഉപബോധ മനസ്സിൻ്റെ രീതികളിൽ നിന്ന് പൂർണ്ണ മോചനം നേടി ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് വരാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, കരളുരുകി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് യാചിക്കാം. ഈശോയുടെ ശാന്തത നമ്മുടെ ഹൃദയത്തിലേക്ക് പകരട്ടെ. നമ്മൾ സുരക്ഷിതരാണെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു. അവിടുത്തെ തിരുഹൃദയത്തിലാണല്ലോ നമ്മളുടെ അഭയം. നമ്മുടെ മുറിവുകളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം തേടി നാം അഭയം പ്രാപിച്ച തെറ്റായ വഴികളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യാസക്തി, തെറ്റായ ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ, പോർണോഗ്രഫി, അമിതമായ ഭക്ഷണശീലം, ഇവയെല്ലാം
നമ്മുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ നാം ഉപയോഗിച്ച വഴികളായിരിക്കാം. അതുപോലെ പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന അവസ്ഥ, അമിതമായി പണം ഷോപ്പിങ്ങിന് നിരന്തരം ചിലവാക്കുന്നതും, ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുള്ള ആസക്തിയും, സ്വന്തം സൗന്ദര്യത്തോടുള്ള അമിത താല്പര്യവും, അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും, ഗിൽറ്റ് ഫീലിങ്ങും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും, സുപ്പീരിയോറിറ്റി കോംപ്ലക്സും എല്ലാം ഒരുതരം മയക്ക് മരുന്നുകളായി നാം ഉപയോഗിച്ചു വരുന്നു. അത് തിരിച്ചറിയണം. ഇവയൊന്നും നമ്മുടെ ആത്മാവിന് യഥാർത്ഥ ശാന്തി നൽകിയില്ല എന്ന് മാത്രമല്ല, ഇത് വീണ്ടും വീണ്ടും നാം ആവർത്തിച്ച് ചെയ്യുകയാണല്ലോ, ആ അവസ്ഥയിൽ തുടരുകയാണല്ലോ. ഈ അടിമത്തങ്ങൾ, തഴക്ക ദോഷങ്ങൾ നമ്മുടെ മുറിവുകളെ കൂടുതൽ വലുതാക്കുകയേ ചെയ്തുള്ളൂ എന്നുള്ളതല്ലാതെ വേറെ നമ്മൾക്ക് യാതൊരു പ്രയോജനമുണ്ടായില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഈശോ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഈ സക്രാരിയിൽ നിന്ന് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആ തെറ്റായ പാപ വഴികളെ പാടെ ഉപേക്ഷിക്കാൻ നാം പ്രതിജ്ഞയെടുക്കണം. ഈ നിമിഷം പാപം നമ്മെ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റുന്നു. എന്നാൽ അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം നമ്മെ തിരികെ വിളിക്കുന്നു. ഈ നിമിഷം ധൂർത്തപുത്രരെ പോലെ നമുക്ക് മടങ്ങി വരാം. സകല ആസക്തികളിൽ നിന്നും തമ്പുരാനോട് മോചനം യാചിക്കാം. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. ഞാൻ മുറിവേറ്റ അവിടുത്തെ കുഞ്ഞല്ലേ, എന്നെ തൊടണമേ നാഥ. അവിടുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, ഞാൻ സൗഖ്യപ്പെടും. എനിക്ക് അവിടുത്തെ സ്നേഹം നൽകി എന്നെ നിറയ്ക്കണമേ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അജഗണങ്ങളെ
കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ടന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. തീച്ചുള സിംഹക്കുഴി, പൊട്ടക്കിണർ മരുഭൂമി, ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ. ദാഹിച്ചു വലഞ്ഞു ഞാൻ, ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ചെങ്കടൽ തീരമതിൽ തൻ ദാസർ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. കാലങ്ങൾ കാത്തിടുന്നേ കാന്ത നിന്നാഗമനം. കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ടന്ത്യം വരെ. പ്രിയ സഹോദര സഹോദരി, ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടെങ്കിൽ, ഒരു ഗദ്ഗതം ഉയർന്നെങ്കിൽ, കണ്ണിൽ കണ്ണുനീർ പൊടിയുന്നുണ്ടെങ്കിൽ അത് ഒഴുകട്ടെ. അത് പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യദായകമായ പ്രവാഹമാണ്. ഓരോ തുള്ളി കണ്ണുനീരും
നിങ്ങളുടെ ഉള്ളിലെ അഴുക്കുകളെ കഴുകിക്കളയുന്നു, മുറിവുകളെ കഴുകി സൗഖ്യപ്പെടുത്തുന്നു. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. അവിടുന്ന് ക്രമം ഇല്ലായ്മയുടെ ദൈവമല്ല. നിങ്ങൾ വേദനയിലും ദുരിതത്തിലും തുടരുന്നത് അവിടുന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഈ കണ്ണുനീർ നിങ്ങളെ ശുദ്ധീകരിക്കുകയും പുതിയൊരു സൃഷ്ടിയാക്കി ഈ നിമിഷം മാറ്റുകയും ചെയ്യുന്നു. മുറിവേറ്റ ഹൃദയങ്ങളുടെ നാഥനായ ഈശോ നമ്മളുടെ അരികിലുണ്ട്. ഈ നിമിഷം നമ്മുടെ കൺമുൻപിലുണ്ട്. അവിടുത്തെ സ്പർശനം നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അനുഭവിച്ചറിയുക. കരയുന്നത് ബലഹീനതയല്ല, മറിച്ച് ദൈവത്തിന് മുൻപിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ്. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ സമാധാനം ഈ നിമിഷം നിങ്ങളിൽ നിറയുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയെയും ഇപ്പോൾ ഓർക്കാം. ഇപ്പോൾ പേരെടുത്ത് ഓർത്ത് ഈശോയുടെ തൃപ്പാദത്തിങ്കൽ അവരെ സമർപ്പിക്കാം. കർത്താവ് നാം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ സമർപ്പണം കർത്താവ് ഇതാ നേരിട്ട് കാണുന്നു. അവരോട് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുന്നു എന്ന് നമുക്ക് മന്ത്രിക്കാം. കർത്താവെ, എനിക്കാകുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എന്നാൽ അങ്ങ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുവല്ലോ. കർത്താവെ, കൃപ തരണമേ. കർത്താവെ, ഞാനിതാ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ അവർക്ക് ഞാൻ മാപ്പ് നൽകുന്നു. കാരണം അവിടുന്ന് എന്നോട് എപ്പോഴും ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. പ്രിയ സഹോദര സഹോദരി, ഈ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ കെട്ട്, ഒരു വലിയ ഭാരം ഇറക്കി വയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ നിമിഷം അനുഭവവേദ്യമാകും. എന്നോട് ചേർന്ന് ഒന്നുകൂടി നമുക്ക് ശ്രമിക്കാം. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ നിമിഷങ്ങളിലേക്ക് ഇതാ കർത്താവ് എൻ്റെയും നിൻ്റെയും കൈപിടിച്ച് ഇറങ്ങി വരുന്നു. കർത്താവെ, ഈ വ്യക്തികളാണ് എന്നെ വേദനിപ്പിച്ചത്, എന്നെ തകർത്തത്, എന്നെ നശിപ്പിച്ചത്, എന്നെ ഒറ്റപ്പെടുത്തിയത്, എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഞാൻ അങ്ങയുടെ നാമത്തിൽ ഈ വ്യക്തികളോട് ക്ഷമിക്കുന്നു. ഈ വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോകാതെ അങ്ങ് അവിടുത്തെ തിരുരക്തത്താൽ ഈ വ്യക്തികളെ കഴുകണമേ. ഈശോയെ, അവർക്ക് ഞാൻ മാപ്പ് നൽകുന്നു. നമ്മൾ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഈ നിമിഷം കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ശ്രമിക്കാം. നാം അത് ചെയ്തേ മതിയാവും. കർത്താവിൻ്റെ മുൻപിലാണ് നാം ഇത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. ഈ നിമിഷം ആ പാപബന്ധനങ്ങളിൽ നിന്നും അത് കാരണമുണ്ടായ നമ്മുടെ ജീവിതത്തെ വിഷമിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, തകർക്കുന്ന നിമിഷങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ ഇതാ വിടുവിക്കുന്നു. ഈശോയെ, അവർക്ക് ഞാൻ മാപ്പ് നൽകുന്നു. പ്രിയ സഹോദര സഹോദരി, പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ നമ്മളാണ് യഥാർത്ഥത്തിൽ ജയിക്കുക. സാത്താൻ അവിടെ തോൽക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവർ, അവർ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് അവരിൽ പരിവർത്തനം നടത്തി അവരെയും സ്വർഗതുല്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിലായിക്കോട്ടെ, യാത്രയിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, അതല്ലെങ്കിൽ വേറൊരു ഇടമായിക്കോട്ടെ, നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ സമാധാനത്തോടെ നോക്കി ശാന്തതയിൽ ആയിരിക്കാം. ക്ഷമയുടെ ഈ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഹൃദയം ലഘുവാകുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച
ആ അനന്തമായ സ്നേഹം ഇതാ നമ്മളെ വിടുവിക്കുന്നു. നമ്മുടെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ തകർത്തവരെ ഇതാ കർത്താവിൻ്റെ മുൻപിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കർത്താവ് അവരെയും ഈ നിമിഷം തൊടുന്നു. നമ്മൾ വേദനിപ്പിച്ചവരോട് ഈ നിമിഷം നമുക്കും ക്ഷമ ചോദിച്ച് കർത്താവെ തെറ്റിപ്പോയി, കർത്താവിനെ വിടുവിക്കണമേ എന്ന് യാചിക്കാം. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. മനസ്സ് തുറന്ന് സ്തുതിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. താങ്ക് യു ജീസസ്. പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ, ഞങ്ങളുടെ നാഥ, യേശുവെ നാഥ, യേശുവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. I love you, Jesus. Thank you, Jesus. Praise you, Jesus. Praise you, Father. Praise you, Holy Spirit. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. വാതിൽക്കൽ വന്നിങ്ങ് മുട്ടിയിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീയെന്നും ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പ്രിയ ദൈവജനമേ, നമ്മോട് തന്നെ ക്ഷമിക്കുവാനും ഈ സമയം നമ്മൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാം. നമ്മുടെ തെറ്റുകളെയും പരാജയങ്ങളെയും ഓർത്ത് നമ്മളെ തന്നെ പലവട്ടം ക്രൂശിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നമ്മെ ഇത്ര അധികമായി സ്നേഹിക്കുന്നുവെങ്കിൽ, കരുതുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ തന്നെ വെറുക്കേണ്ടത്? നമ്മളുടെ എല്ലാ കുറവുകളോടും തന്നെ ദൈവം നമ്മളെ സ്വീകരിക്കുന്നു. ഭൂതകാലത്തിലെ പാളിച്ചകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാം. ഞാനും നിങ്ങളും വിലപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നാം പഠിക്കണം. കാരണം നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. നമ്മളുടെയൊക്കെ മുറിവുകൾ ഇനി സൗഖ്യത്തിൻ്റെ അടയാളങ്ങളായി മാറട്ടെ. My dear brothers and sisters, remember you are precious. You are Jesus' most beloved child. God bless you. ശനിയാഴ്ചകൾ മാത്രമുള്ള ഈ ആരാധനാ ധ്യാനം അടുത്ത ശനിയാഴ്ച 7-ാം തീയതി തുടരുന്നതാണ്. നമുക്ക് ഒന്നു ചേർന്ന് തലകുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.